അബി പതിയെ ആദിയെ ബെഡിലേക്ക് കിടത്തി. വരുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ട്രിപ്പ് ഇട്ടിരുന്നു. അവൻ അവളുടെ തലയിലെ തട്ടം ഊരിമാറ്റി അവളുടെ അടുത്ത് കിടന്നു. ആദിയെ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. കുറച്ച് സമയം കഴിഞ്ഞതും ആദി ഉണരാൻ തുടങ്ങി. അവൾ മുഖം അവൻ്റെ നെഞ്ചിലിട്ട് ഉരച്ചുകൊണ്ട് പതിയെ കണ്ണു തുറന്നു. തൻ്റെ കൺമുന്നിൽ അബിയുടെ മുഖം കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. ആദി പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ഇവിടെ ഇത് എൻ്റെ വീടാണ്, അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. അവൾ ചുറ്റും നോക്കി. നിയാസിൻ്റെ മുന്നിൽ വീണുപോയത് അവൾക്ക് ഓർമ്മ വന്നതും വേഗം എഴുന്നേറ്റ് നിന്ന് വെപ്രാളത്തോടെ തൻ്റെ ശരീരം മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അബി അവളെ നോക്കിക്കാണുകയായിരുന്നു. മറ്റൊരുത്തൻ്റെ കൈ തൻ്റെ ശരീരത്തിൽ പതിഞ്ഞോ എന്ന അവളുടെ ഭയം അവൻ മനസ്സിലാക്കി. മിററിൽ നോക്കാനായി തിരിഞ്ഞ അവളെ അവൻ ഇടുപ്പിലൂടെ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവളുടെ കവിളിൽ കൈവച്ച് നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കണ്ണടച്ച് നിന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരുത്തരും തൊട്ടിട്ടില്ല എൻ്റെ പെണ്ണിനെ. അത് കേട്ടതും ആദിയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് ഉയർന്നു. പിന്നെ ഇന്ന് നീ ഇവിടെയാണ് എൻ്റെ കൂടെ, നിന്റെ വാപ്പിയോട് പറഞ്ഞിട്ടുണ്ട്. അവനെ ഒന്ന് നോക്കി അവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ ഒരുങ്ങിയതും അവൻ ഒന്നുകൂടി അവളിൽ പിടിമുറുക്കി. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് മുഖമുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗമ്യത മാറി അവിടെ ദേഷ്യം നിഴലിച്ച് നിന്നു. നിനക്ക് അറിയാമായിരുന്നു അവൻ അങ്ങനെയുള്ളവനാണ് എന്ന്, അതല്ലേ ഇപ്പോൾ കണ്ട ഭയത്തിൻ്റെ അർത്ഥം? അവളൊന്ന് തലയാട്ടി. ഓഫീസിലുണ്ടായ കാര്യങ്ങൾ എല്ലാം അവനോട് പറഞ്ഞു. ഇത്രയും ഉണ്ടായിട്ടും നീ എന്താ അയാൾക്കെതിരെ ഒരു ആക്ഷനും എടുക്കാതിരുന്നത്? എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതിൽ അയാൾ നന്നായാലോ എന്ന് കരുതി. ഹീ ഈസ് ആൻ എഫിഷ്യൻ്റ് വർക്ക്. പിന്നെ ഞാൻ ആരാണെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോൾ സൂസൻ്റെ പ്ലാൻ ആയിരുന്നു ആരാണെന്ന് അറിയിച്ചിട്ട് പുറത്താക്കിയാൽ മതിയെന്ന്. അതൊക്കെ പോട്ടെ, ഞാൻ പേടിച്ചത് എന്തിനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സത്യം പറ, അവൻ എന്നെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ചെയ്യാനായി ഒരുങ്ങി. അപ്പോഴേക്കും നീ അവനെ പഞ്ഞിക്കിട്ട് കാണും. അവനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു. നീ എൻ്റെയല്ലേ, എൻ്റേത് മാത്രം. അപ്പോൾ ഞാനത് ചെയ്യണ്ടേ? അവളുടെ മൂക്കിൽ മൂക്കുരസി അവൻ പറഞ്ഞു. ആൻസർ മീ, ഐ വാണ്ട് ഹിയർ ഇറ്റ് ഫ്രം യു ആദി. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. ഷർട്ടിൽ നിന്നും കൈയെടുത്ത് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖം മുഴുവൻ ഓടി നടന്നു. അവസാനം ചുണ്ടുകളിൽ എത്തി നിന്നു. നിൻ്റെയാണ് എന്നും, അണ്ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത്. കാറ്റുപോലെ അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അധരങ്ങൾ കവർന്നെടുത്തു. അബിയുടെ ഹൃദയം വല്ലാത്ത വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അത് പൊട്ടി പുറത്തേക്ക് വരുമോ എന്ന് തോന്നി അവന്. കൺമുന്നിൽ കൂമ്പിയടഞ്ഞ് മിഴികളുമായി തൻ്റെ അധരം പാനം ചെയ്യുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. പൂ പോലെ മൃദുലമായ അവളുടെ ചുണ്ടുകൾ അവനിൽ ഒരു മാസ്മരിക ലോകം തീർത്തു. ശാന്തമായി മൃദുവായി ആസ്വദിച്ചു. അവൾ അവൻ്റെ ചുണ്ടുകളെ നുകർന്നുകൊണ്ടേയിരുന്നു. ചുംബനത്തിന് താളം പിടിക്കുന്നത് പോലെ അവളുടെ കൈവിരലുകൾ അവൻ്റെ ഇടതൂർന്ന കറുത്ത മുടിയിഴകളിൽ മുറുക്കുകയും അയക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ്റെ ചുണ്ടുകളെ അവൾ മോചിപ്പിച്ചു. അതുവരെ അനുഭവിച്ച ലഹരി നഷ്ടമായതും അതിഷ്ടപ്പെടാതെ അവൻ അവളെ തൻ്റെ കാലിലേക്ക് കയറ്റി നിർത്തി അവൻ്റെ ചുണ്ടിനെ അവളുടെ ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ചു കൊടുത്തു. അത്രമേൽ അവളുടെ ചുണ്ടുകളുടെ ചലനത്തിന് അവൻ അടിമപ്പെട്ടു പോയിരുന്നു. കൊതിയോടെ അവൻ അനങ്ങാതെ നിന്നു, തൻ്റെ അധരങ്ങളെ പൂർണ്ണമായും അവൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട്. ആദ്യം ഒന്ന് ചിരിച്ചുകൊണ്ട് ആ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി മുത്തി. അവൻ്റെ മുഖം തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി. അവൻ നിരാശയോടെ നെറ്റി ചൊളിച്ചു. കളിപ്പാട്ടത്തിന് വാശി പിടിക്കുന്ന കുട്ടിയെപ്പോലെ തോന്നി അവൾക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് അബി. ഇഫ് യു വാണ്ട് ഇറ്റ് യു ഹാവ് ടു ഏൺ ഇറ്റ്. കുസൃതിയോടെ അതും പറഞ്ഞ് അവൾ അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. യു ആർ സോ ക്രൂവൽ ആദി. കമിഴ്ന്നു കിടന്ന ബെഡിൽ തല്ലി നിരാശയോടെ അവൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഒരു ഡ്രസ്സ് താ. ഈ ഗൗണിട്ട് എങ്ങനെയാ ഉറങ്ങുന്നേ? നീ ആ കബോർഡിൽ നോക്കിയെടുത്തോ. ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടതും അവളോട് പറഞ്ഞ് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അബി അടുക്കളയിലേക്ക് പോയതും ആദി ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അബി കഞ്ഞി എടുത്ത് ടേബിളിൽ വെക്കുമ്പോഴാണ് ആദി റൂം തുറന്ന് പുറത്തേക്ക് വന്നത്. അവളെ കണ്ട് അവൻ്റെ കണ്ണ് തള്ളി. അവൻ്റെ ഒരു ടീഷർട്ടും മുണ്ടും ഉടുത്തിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ വായും തുറന്ന് നോക്കുന്നേ? ഇതല്ലാതെ കുറേ ജീൻസാണുള്ളത്, അതൊന്നും ഇട്ട് എനിക്ക് ഉറങ്ങാൻ വയ്യ. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് കസേരയിലിരുത്തി. അവൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി, ഒരുപാട് ഇഷ്ടത്തോടെ. ആദ്യം അവനോട് വാ തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ അടുക്കളയെല്ലാം വൃത്തിയാക്കി വരുമ്പോഴാണ് ഡോർ ബെല്ലടിച്ചത്. വാതിൽ തുറന്നതും അകത്തേക്ക് വന്ന ഹാഷി ആദിയുടെ വേഷം കണ്ട് കണ്ണുമിഴിച്ചു നിന്നു. അബി അവൻ്റെ തലക്കിട്ട് ഒന്ന് കൊട്ടിയപ്പോഴാണ് അവൻ നേരെയായത്. അവൾക്കിവിടെ വേറെ ഒന്നും ഇടാനില്ല, അതാ.
അല്ല, നീ എന്താ ഇവിടെ? അതും നട്ടപ്പാതിരയ്ക്ക്? അതോ നിശ്ചയം കഴിഞ്ഞ് എന്ന് കരുതി നീയും ഇവളും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വാപ്പി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. വാ അളിയാ, നമുക്ക് പോയി കിടക്കാം. ദീ അപ്പുറത്തെ റൂമിൽ കിടന്നോളും. തെണ്ടി. അബി അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പിറുപിറുത്തു. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. നിയാസിനെ ഷാ ഓഫീസിൽ നിന്നും പുറത്താക്കി. ആദി ചിറക്കൽ ഗ്രൂപ്പിൻ്റെ MD ആയി സ്ഥാനമേറ്റു. അബിയും ആദിയും കൂടെ ആ ചെറിയ വീട് കുറച്ചു മാറ്റങ്ങൾ വരുത്തി. ഫിർദൗസ് എന്ന് പേര് വെച്ചു. ആദിയുടെ കല്യാണം തറവാട്ടിൽ വെച്ച് മതിയെന്ന് കാസിം കോയ ഉത്തരവിട്ടു. അതോടെ എല്ലാവരുടെയും താമസം അങ്ങോട്ട് മാറി. വിവാഹത്തിന് ഇനി 2 ആഴ്ച മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ അബിയുടെ മൂഡ് ശരിയല്ല. എല്ലാത്തിനോടും ദേഷ്യം. ഇമ്രാനോടും വിനോദിനോടും വരെ വഴക്കിട്ടു. എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇതിനിടയ്ക്ക് ആരോ വന്ന് ദേഹത്ത് മുട്ടിയതിന് അവനെയും പിടിച്ചു വെച്ച് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഡാ, ഇവനെന്തു പറ്റി? ഇമ്രാൻ പറഞ്ഞു. എനിക്കറിയില്ല. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവനോട് മിണ്ടാൻ തന്നെ പേടിയാകുന്നു. വിനു പറഞ്ഞു. പൊതുവെ ശാന്ത സ്വഭാവമുള്ള അബിയുടെ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അവർ അമ്പരന്നു. സാധാരണ അവന് ദേഷ്യം വരുന്നത് അവൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിലാണ്. ഇനി ഇതും അങ്ങനെ എന്തെങ്കിലും ആവോ? ഇമ്രാൻ ചോദിച്ചു. അബിയുടെ പിറകിൽ നടക്കുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. രാവിലെ മുതൽ അബി ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട്. ഇപ്പോഴും അത് തന്നെ പണി. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു ഹെർലി ഡേവിഡ്സൺ വന്നു നിന്നു. പെട്ടെന്നായതുകൊണ്ട് അബിയുടെ കയ്യിൽ നിന്നും അവൻ്റെ ഫോൺ താഴെ പോയി. ആദ്യമേ ദേഷ്യത്തിൽ നിൽക്കുന്ന അവൻ ഇതും കൂടെ ആയപ്പോൾ ബൈക്കിലിരിക്കുന്ന ആളുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. കുട്ടികൾ എല്ലാവരും അവർക്ക് ചുറ്റും കൂടി. ഇമ്രാനും വിനോദും അബിയുടെ അടുത്തേക്ക് ഓടി വന്നു. ബൈക്കിലിരുന്ന ആൾ അവൻ്റെ തള്ളവിരൽ പിടിച്ച് മടക്കി. അതോടെ വേദന സഹിക്കാൻ കഴിയാതെ അവൻ പിടിവിട്ടു. പക്ഷേ അതവൻ്റെ ദേഷ്യം കൂടുന്നതിന് പകരം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. കണ്ണുകൾ തിളങ്ങി. അവൻ കാറ്റുപോലെ അയാളുടെ അടുത്തേക്ക് വന്ന് ഇറുകെ പുണർന്നു. ഇതൊക്കെ കണ്ട് കിളി പോയി നിൽക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാർ. അയാൾ തൻ്റെ ഹെൽമറ്റ് ഊരി മാറ്റി. ആദി. അവള് അവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. കുട്ടികളെല്ലാം അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അബിയെ അടർത്തി മാറ്റി അവൾ ബൈക്കിൽ നിന്നിറങ്ങി. ആദി, എന്താ ഇവിടെ? ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. പിന്നെ നിങ്ങളെയും ഒന്ന് വിശദമായി പരിചയപ്പെടാമെന്നും. എൻഗേജ്മെൻറ്റിന് വന്നിട്ട് നിങ്ങൾ രണ്ടാളും അന്ന് രാത്രി തന്നെ തിരിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചില്ലല്ലോ. ആദിയുടെ സംസാരവും ഫ്രണ്ട്ലി അപ്രോച്ചും എല്ലാം അവർക്ക് വളരെ ഇഷ്ടമായി. അബിയോളം തന്നെ അവർക്കും അവരുടെ മനസ്സിൽ ഒരിടമുണ്ടായി. കുറച്ച് സമയം അവർക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷം അബിയുമായി അവൾ പുറത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒന്നും അബി സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവനുമായി ഒരു ബീച്ചിലേക്കാണ് പോയത്. അബി, എന്താടാ ഒരു മൗനം? ഒന്നുമില്ല. ഒരുപാട് ഹാപ്പിയാണ് ഞാനിപ്പോൾ. ഇന്ന് നീ വിളിക്കാഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു പക്ഷേ മറന്നു കാണുമെന്ന്. എല്ലാവർക്കും ഇന്ന് എൻ്റെ ഉമ്മ മരിച്ച ദിവസമാണ്. നിനക്കും ഹാഷിക്കും മാത്രമാണ് എൻ്റെ പിറന്നാളാവുന്നത്. നിങ്ങളും അത് മറന്നു എന്ന് തോന്നിയപ്പോൾ ഒരു സങ്കടം. പക്ഷേ നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാ? അവൾ ചിരിച്ചുകൊണ്ട് പതിവ് പോലെ ഒരു കാർഡ് അവന് നേരെ നീട്ടി. അബി ഒരുപാട് സന്തോഷത്തോടെ അതെടുത്ത് തുറന്നു നോക്കി. എന്നത്തെയും വാക്കുകളായിരുന്നു അതിൽ. അതിലെ അവസാന വാക്കിൽ അവൻ്റെ കണ്ണുകൾ കുടുങ്ങി നിന്നു. നിന്റെ ആദി എന്നതിൽ നിന്നും നിന്റെ മാത്രം ആദിയിലേക്ക് മാറിയിരിക്കുന്നു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളെ പൊക്കിയെടുത്ത് ഇറുകെ പുണർന്നു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി. 2 ആഴ്ച, വെറും 2 ആഴ്ച. അത് കഴിഞ്ഞാൽ ഇത് സത്യമാകും അല്ലേ ആദി? ഞാൻ ഇത്രയും കാലം കാത്തുനിന്നതിനുള്ള ഫലം. നിന്നിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളവൻ ഞാനായി മാറും. ആരും നിന്നെ എൻ്റെ അടുത്തു നിന്നും കൊണ്ടുപോവില്ല. എനിക്ക് പേടിയാവുന്നുണ്ട് ആദി. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവാൻ എനിക്ക് കഴിയുമോ? ആദി മുഖം ചുളിച്ച് അവനെ ഒന്ന് നോക്കി. ആഹാ, അപ്പോൾ അതൊന്നും അറിയില്ലേ? എന്നാൽ നമുക്ക് കല്യാണം നീട്ടിവെക്കാം. എന്നിട്ട് നീ ഒരു ഭർത്താവാൻ റെഡിയാവുമ്പോൾ കെട്ടാം. എന്താ? അബി. അവൻ അവളെ ഒന്നുകൂടെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ചെക്ക, നീ ആരും ആവാൻ ശ്രമിക്കണ്ട. ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ മതി. ഇതുപോലെ എന്നും സ്നേഹിച്ചാൽ മാത്രം മതി. അവിടെ നിന്നും ആദി അവനുമായി നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു. അബി സംശയിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ബൈക്ക്? അത് നിനക്കുള്ളതാ. അതും പറഞ്ഞ് അവളാക്കി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവനെ ഒന്ന് പുണർന്നു. ഹാപ്പി ബർത്ത്ഡേ അബി. അത് പറഞ്ഞ് അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു. അവനെ വിട്ടുമാറാൻ ഒരുങ്ങിയതും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി അവൻ മുഖം താഴ്ത്തിയതും അവൾ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടിൽ വെച്ച് തടഞ്ഞു. ലെറ്റ്സ് വെയിറ്റ്, ഇറ്റ് ജസ്റ്റ് 2 more weeks. ചുണ്ടുകൾ സ്പർശിക്കാതെ അവരുടെ ശ്വാസം പരസ്പരം കൂടിക്കലർന്നു. കുറച്ച് സമയം അവർ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതിയെ അവനിൽ നിന്നും വിട്ടുമാറി അവൾ അകത്തേക്ക് പോയി.